കണ്ണൂരിൽ ആംബുലൻസ് വൈകിയതിനാൽ കുഞ്ഞ് മരിച്ചതായി പരാതി. അമ്പായത്തോട് സ്വദേശി പ്രജോഷിന്റെ മകൻ പ്രജുലാണ് മരിച്ചത്. 3 മണിക്കൂറാണ് ആംബുലൻസ് ബ്ലോക്കിൽ കുടുങ്ങിയത്. വിവരങ്ങളുമായി സരീഷ് നമുക്കൊപ്പം ചേരുകയാണ്. സരീഷ്, എവിടെയാണ് ഇത്ര കടുത്ത ഗതാഗത തടസ്സമുണ്ടായത്, ആംബുലൻസ് പോലും കടന്നു പോകാത്ത വിധത്തിൽ? ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അമ്പായത്തോട് സ്വദേശിയാണ് പ്രജോഷിന്റെ മകൻ പ്രജുൽ ജന്മന തലച്ചോർ സംബന്ധമായ അസുഖമുള്ള കുട്ടിയാണ്. ഇന്നലെ ഉച്ചയോടെ ഈ അസുഖം മൂർച്ഛിക്കുകയും പേരാവൂരിൽ നിന്നും 108 ആംബുലൻസിനെ വിളിക്കുകയുമായിരുന്നു. പക്ഷേ പേരാവൂരിൽ നിന്നും ഈ അമ്പായത്തോടിലേക്ക് എത്താൻ, ഈ കൊട്ടിയൂർ മാർഗം കടന്നു വേണം എത്താൻ. അവിടെ ഉത്സവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഗതാഗത കുരുക്കുണ്ടാവുന്നുണ്ട്. അങ്ങനെ ഫോൺ ചെയ്ത് 3 മണിക്കൂറോളം വൈകിയാണ് ഈ ആംബുലൻസ് എത്തുന്നത്. ആംബുലൻസ് എത്തുന്നത് വരെ ഈ കുടുംബം ഈ കുട്ടിയെ മറ്റ് വാഹനത്തിലോ ഒന്നും തന്നെ കൊണ്ടുപോകാതെ ഒടുവിൽ ആംബുലൻസ് എത്തി മാനന്തവാടിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ കുട്ടി മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ ഈ കുട്ടിയുടെ കുടുംബവുമായി സംസാരിച്ചപ്പോൾ ആദ്യഘട്ടത്തിലൊന്നും തന്നെ മറ്റു വാഹനങ്ങൾ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പേരാവൂരിലെ ആശുപത്രിയിലെ ആംബുലൻസിന് കാത്തിരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ കുടുംബം നൽകുന്ന മറുപടി. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി വലിയ ഗതാഗത കുരുക്ക് ഈ മേഖലയിലുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ നിയന്ത്രണങ്ങൾ, ആംബുലൻസിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ, അല്ലെങ്കിൽ ആംബുലൻസ് കടത്തിവിടാനുള്ള നിയന്ത്രണങ്ങൾ. ശരി, സരീഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലാണ് ആംബുലൻസ് വൈകിയതിനാൽ കുഞ്ഞു മരിച്ചതായി പരാതി വരുന്നത്.